മന്ത്രങ്ങളെ പറ്റി പറയുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് ആക്ഷേപമാണ് വേദങ്ങളിൽ. ഇപ്പോൾ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധാസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ബ്രഹ്മണേ പരം ജ്യോതിഷേ ഹും ഭട് സ്വാഹ. ഇത് മഹാസുദർശനം മാലാമന്ത്രം. ഇതെന്തിനാണ് പട്ടര് വയറ്റിപ്പാടിനുണ്ടാക്കിയത് എന്നാണല്ലോ പഠിപ്പിച്ച് വച്ചത്. വേദങ്ങളും ഒക്കെ വയറ്റിപ്പാടിൻ്റെ തന്ത്രങ്ങളാണ്. ഞാൻ ചോദിച്ചു, ഇടയ്ക്ക് ഒരു വലിയ യുക്തിവാദി ആശ്രമത്തിൽ വന്നു. അദ്ദേഹം എന്നോട് വന്ന്, ഞാനൊരു കലം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ടൗലൊക്കെ എടുത്ത്. എന്നോട് വന്ന് ചോദിച്ചു, പിന്നെ സ്വാമിജി ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. എപ്പോൾ വരും? ഇപ്പോൾ ഒരു ജോലി ഇരിക്കുക, അത് കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കണമെന്ന് പറഞ്ഞ് സ്ഥലമൊക്കെ പറഞ്ഞു ചെന്നിരുന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്നു. ഒന്ന് വിളിക്കണമല്ലോ. അതിന് വിളിച്ചാലൊന്നും വരില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നിരുന്നാൽ ഉടനെ ജോലി തീർന്ന ഉടനെ വരും. ചെന്ന് വീണ്ടും ഇരുന്നു. മൂന്നാമത് വന്നിട്ട്, മിസ്റ്റർ, നിങ്ങൾക്കൊന്ന് വിളിക്കാമോ? ഞാനൊരു യുക്തിവാദിയാണ്, എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ചോദ്യം കേട്ടപ്പോൾ എന്നെ ഭരിക്കുന്ന മട്ടാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പോയി ഇരിയടാ അവിടെ എന്നാൽ അടുത്ത പ്രയോഗം നടത്തി. വേദത്തെപ്പറ്റി പറഞ്ഞാൽ വയറ്റിപ്പാട്. ആ വയറ്റിപ്പാട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു പോയത് ചില കാര്യം. ഈ യുക്തിവാദി വന്ന് ഞാൻ പോയി ഇടാന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിരുന്നു. രണ്ടാമത് ഞാൻ കയ്യും കാലുമൊക്കെ കഴുകിയിട്ട് അടുത്ത് ചെന്നു, അവിടെ ഇരുന്നു. എന്താ നിങ്ങൾ വന്നത്? അല്ല, സ്വാമി ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, അപ്പോൾ കലം കഴുകുകയായിരുന്നു, ഇപ്പോൾ ഈ ജോലിയൊക്കെ ഞാനാണ് ചെയ്യുന്നത്. എന്താണ് സംശയം? കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു, നടന്ന സംഭവമായതുകൊണ്ട് ഞാൻ പറയുക. എന്നോട് പറഞ്ഞു, അത് ഈ മന്ത്രങ്ങളൊക്കെ വയറ്റിപ്പാടിനെന്നാണ് എൻ്റെ സങ്കല്പം. ഞാൻ പറഞ്ഞു, നല്ല കാലമല്ലേ. കാരണം എന്താ, സോഷ്യലിസം ഓടി നടക്കുന്നുണ്ട് തൊഴിലിന് വേണ്ടി വയറ്റിപ്പാടിന്. അതുകൊണ്ട് മന്ത്രം കൊണ്ട് വയറ്റിപ്പാട് നേടിയാൽ നമുക്ക് നല്ല കാര്യമല്ലയോ? നിങ്ങളങ്ങ് പ്രചരിപ്പിച്ചാൽ പോരെ അത്? അതല്ല, അത് ഈ കുറേ പേര് പാവപ്പെട്ടവനെ പറ്റിക്കാൻ വേണ്ടി എഴുതിയതാണ്. നമ്മൾ ഗെറ്റ് ഔട്ട് ഫൂൾ, ഇറങ്ങടാ പുറത്ത്. ചാടി എഴിച്ചു, കസേര പുറക്കോട്ട് എറിഞ്ഞു. അവൻ ചാടി എഴിച്ചു, എന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞു. അവർ അഭിനയം നടത്തിയതാണ്. നമ്മൾ ഇറങ്ങി പുറത്ത്. ഇറങ്ങി പുറത്തേക്ക് ചെന്ന ഉടനെ ഞാൻ കൂടെ ചെന്നു. അപ്പോഴാണ് തിരിഞ്ഞു നിന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കുന്ന അവനങ്ങ് തോന്നിപ്പോയി. അങ്ങനെ ഒരു അഭിനയം നടത്തി. ഏതായിരുന്നാലും പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ എന്തോ തെറ്റ് പറഞ്ഞു, പ്ലീസ് ഗെറ്റ് ഇൻ, മാപ്പ് തരണം കേട്ടോ, കയറി വരണം. കൈക്ക് പിടിച്ചു, അകത്ത് കൊണ്ടിരുത്തി. നമ്മൾ എന്താ പറഞ്ഞപ്പോൾ വിഷമം തോന്നിയോ? അതെ, എനിക്ക് വലിയ വിഷമം തോന്നി. ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓഹോ, രണ്ടാമത് പറഞ്ഞപ്പോൾ വിഷമം നീങ്ങിയോ? നീങ്ങിയെങ്കിലും എനിക്ക് ആദ്യത്തെ വിഷമം ഇപ്പോഴും തോന്നുന്നുണ്ട് അങ്ങനെ. ഓ ശരി. മന്ത്രത്തിൻ്റെ ശക്തി മനസ്സിലായോ ഇപ്പോൾ? ഇല്ല. എടാ, ഞാൻ 2 മന്ത്രം ഇപ്പോൾ പ്രയോഗിച്ചു. ഒന്ന് ഗെറ്റ് ഔട്ട് മന്ത്രവും മറ്റൊന്ന് പ്ലീസ് ഗെറ്റ് ഇൻ മന്ത്രവും. ഈ ഗെറ്റ് ഔട്ട് മന്ത്രം കേട്ട ഉടനെ തന്നെ മലയാളത്തിൽ പറഞ്ഞു കളയരുത്, സംസ്കൃതത്തിലും പറയരുതെങ്കിൽ ശാസ്ത്രമാവില്ല. അതുകൊണ്ട് ഗെറ്റ് ഔട്ട് മന്ത്രം കേട്ടപ്പോൾ കാരിയർ വേവ്സ് വ്യവസ്ഥ അനുസരിച്ച് ഈ തോട്ട് വേവ്സ് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് കാരിയർ വേവ്സിൽ കൂടി ട്രാവൽ ചെയ്ത് ഇയേഴ്സിൽ കൂടി എൻ്റർ ചെയ്തു. ഇയേഴ്സിൽ എൻ്റർ ചെയ്തിട്ട് ചില നെർവ്സിനെയൊക്കെ വൈബ്രേറ്റ് ചെയ്തു. വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഇമോഷൻ ലിഫ്റ്റ് ചെയ്തു. ഇപ്പം ശാസ്ത്രമാവും. അല്ലാതെ ശബ്ദതരംഗ വ്യവസ്ഥയിലൂടെ ശബ്ദതരംഗങ്ങളിലെ വികാരം ചെവികളിലൂടെ ഉള്ളിൽ കടന്ന് തരംഗശക്തിയിലൂടെ മുന്തി നിന്ന വികാരം നമ്മുടെ ശരീരത്തിൽ ചില പേശികളെ ചലിപ്പിച്ചു. അതനുസരിച്ച് വികാരം നമുക്കുണ്ടായി. ശബ്ദത്തിന് വികാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് സന്മന്ത്രം ദുർമന്ത്രം വിധി എഴുതി. നല്ല മന്ത്രം ഇന്നത്, ദുർമന്ത്രം ഇന്നത്, ഇത് ജപിച്ചാൽ ഇന്ന ഫലം. ഇത് നമുക്ക് തോന്നുന്നത് മന്ത്രവാദി എന്ന് പറഞ്ഞങ്ങ് തള്ളിക്കളയുകയാണ്. ഇപ്പോൾ അമേരിക്ക പബ്ലിഷ് ചെയ്ത ഇലക്ട്രോണിക് ഡിക്ഷണറിയിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്, സോണിക് ഡ്രില്ലിംഗ് ആൻഡ് സോണിക് ക്ലീനിങ്. ശബ്ദം കൊണ്ട് ഇരുമ്പ് തുളയ്ക്കുന്നത് എങ്ങനെ? ഞാൻ കണ്ടതാണ്. അമേരിക്കയിൽ പോയിരുന്നു. ഇവിടുത്തെ വേൾഡ് ഹിന്ദു കോൺഫറൻസിന് പോയ കൂട്ടത്തിൽ ഞാനും ഈ കേരളത്തിൽ നിന്ന് പോയിരുന്നു. പല യൂണിവേഴ്സിറ്റികളിലും അവിടെ വെച്ച് സംസാരിക്കേണ്ടി വന്നു. എനിക്ക് ഡോക്ടറേറ്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞു. ദയവായിട്ട് ഞാൻ പറഞ്ഞു, പ്ലീസ് sorry, I don't want your doctorate because I am better called in India Swamiji. ഇവിടെ ഇപ്പോൾ ഈ താലങ്ങളിൽ ഇതൊക്കെ അണിയിച്ചൊരുക്കി കുട്ടികളെ തയ്യാറാക്കി വിടാൻ തോന്നിയ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകം സ്വാമി എന്ന് വിളിക്കുമ്പോൾ തോന്നുന്ന മനസങ്കല്പത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഡോക്ടറേറ്റിൻ്റെ, ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നിരീശ്വര പ്രസ്ഥാനം നൽകിയ ഡോക്ടറേറ്റിൻ്റെ ശക്തി. മറുഭാഗം ഞാൻ പറയുന്നില്ല. ഇതുള്ളവരും വളരെയേറെ നല്ല ആളുകളും വിശ്വാസികളും ഒക്കെ ഉണ്ട്. ഏതായിരുന്നാലും അതുകൊണ്ട് 3 എനിക്ക് ഡോക്ടറേറ്റ് തരാമെന്ന് പറഞ്ഞു. എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞ കാര്യം, ഭാരതത്തിൻ്റെ ഒരു ചെറിയ സിദ്ധാന്തമെടുത്ത് പരിശോധിച്ചാൽ അവിടെ കിട്ടാൻ പോകുന്ന ഡോക്ടറേറ്റുകൾ അനേകായിരമായിരിക്കും. അത്രയേറെ ഈ ശാസ്ത്രീയ ശക്തിയുള്ളത് അതിൽ കിടപ്പുണ്ട്. കാൾ മക്കർ എന്ന് പറയുന്ന ആന്ധ്രാക്കാരനായ ഒരു വ്യക്തി, ആ കാൾ മക്കർ
അവിടെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരു ചെറിയ കാര്യം കണ്ടുപിടിച്ചു. അത് വേറൊന്നുമല്ല, നമ്മുടെ ഐതരേയ ബ്രാഹ്മണത്തിലെ ഒരു മന്ത്രമാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. ഐതരേയ ബ്രാഹ്മണത്തിലെ ഒരു മന്ത്രം എടുത്തിട്ട് ഒരു ഫോണിൽ കൂടി സംസാരിച്ചാൽ ലോകത്തുള്ള എല്ലാ ടെലിഫോണിലും കിട്ടുന്ന ഒരു ഫോർമുല അദ്ദേഹം കണ്ടുപിടിച്ചു. ഇതിന് ശാസ്ത്രം സിദ്ധാന്തമാക്കി എടുത്ത അടിത്തറ, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ശാസ്ത്ര തത്വം എടുത്തത് ഐതരേയ ബ്രാഹ്മണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇത് അദ്ദേഹം എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാപ്പി ഞാൻ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അത് എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് അനേകം പേര് വന്നു കിടപ്പുണ്ട്. അദ്ദേഹം കൊടുക്കുന്നില്ല. ഇത് നമ്മുടെ ഐതരേയ ബ്രാഹ്മണത്തിലെ 2 മന്ത്രങ്ങളിൽ നിന്ന് എടുത്തതാണ്. മന്ത്രമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് പൂണൂലിട്ടവൻ ജപിക്കുന്ന വയറ്റിപ്പാടിൻ്റെ പ്രസ്ഥാനം എന്നാണ് കുറേ ധരിച്ചു വച്ചിട്ടുള്ളത്. അല്ല. അതുകൊണ്ട് അതിൻ്റെ ശാസ്ത്രത്തെപ്പറ്റി ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ തണലിൽ തന്നെ ശബ്ദവ്യവസ്ഥയെ ക്രമീകരിച്ചുകൊണ്ട് ഈ നമ്മുടെ അഴുക്ക്, ഈ രക്തം പുരണ്ടത്, വാഴയ്ക്കാക്കറ പുരണ്ടത്, തുരുമ്പ് പുരണ്ടത്, ഇങ്ങനെയുള്ള ഈ വസ്തുക്കളെല്ലാം കൂടി എടുത്ത്, നമ്മുടെ തുണികളെല്ലാം കൂടി എടുത്ത് ഒരു പാത്രത്തിലിട്ട് പ്രത്യേക സൗണ്ട് കടത്തി വിട്ടാൽ 5 മിനിറ്റ് കഴിഞ്ഞ് ഇതെടുത്ത് കഴുകുമ്പോൾ ഒരൊറ്റ എണ്ണം അവശേഷിക്കുന്നില്ല. ഇത് ഞാൻ കണ്ടതാണ്. സോണിക് ഡ്രില്ലിംഗ് ആൻഡ് സോണിക് ക്ലീനിങ്. ഇത് സോണിക് ക്ലീനിങ്, ശബ്ദം കൊണ്ട് അഴുക്ക് കളയുന്നത്. ഈ കട്ടിയുള്ള, ഇത്രയും കട്ടിയുള്ള ഒരു ഇരുമ്പ് കട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡ്രില്ലർ, ഈ തുരപ്പണമെന്ന് നമ്മൾ പറയുന്ന സാധനം വെച്ച് ഒരു ഹൈ പവർ, ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു ശബ്ദതരംഗം കടത്തിവിടുമ്പോൾ 5 മിനിറ്റിന് മുമ്പ് ഇരുമ്പ് തുളച്ച് താഴെ വരുന്നു. ഇങ്ങനെ ശബ്ദം കൊണ്ട് തുളയ്ക്കാൻ കഴിയുക, ശബ്ദം കൊണ്ട് അഴുക്ക് കളയാൻ കഴിയുക, ഈ 2 പ്രക്രിയകൾക്ക് കഴിയുമെന്ന് മനസ്സിലാക്കി ശബ്ദം നല്ലതേ ഉപയോഗിക്കാവൂ. എങ്ങനെ ശബ്ദം ഉപയോഗിക്കണം, ഏത് രീതിയിലുള്ള ശബ്ദമാണ് ആവശ്യം. ആകാശത്ത് മുറുക്കി ഇടിച്ച് ഞാൻ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ ഭാവം എന്ത് വലുതാണ്. ഞാൻ ഇന്നാൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് വായിച്ചതെന്ന് തോന്നുന്നു. ഒരു വലിയ മുളന്തടിയുമായിട്ട് ഒരാൾ നിപ്പുണ്ട്. അതായത് 18 അടി പൊങ്ങിച്ചാടിയ വേൾഡ് റെക്കോർഡ്. ഞാൻ ആലോചിച്ചു പോയി, ഇടാ, ഈ 18 അടിക്ക് മുകളിൽ എത്ര കോടാനകോടി അടി. ഈ കോടാനകോടി അടിക്കുള്ളിൽ ഒരു മുളയും കുത്തി 18 അടി ചാടിയപ്പോൾ വേൾഡ് റെക്കോർഡ്. ഒരു കൊതു 20 അടി പൊങ്ങി പറക്കും. കൊതുവിൻ്റെ ശക്തിയിൽ 20 അടി അത് പൊങ്ങിപ്പറക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെയും പരിമിതി. അതുകൊണ്ട് പരിമിതികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. ഇങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന ഇയാളോട് എന്നോട് ഇത് പറഞ്ഞപ്പോൾ, ഈ ശബ്ദത്തിൻ്റെ തരംഗശക്തിയെപ്പറ്റി ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഇപ്പോൾ എപ്പോഴും ആശ്രമത്തിൽ വരുന്ന ഒരു കക്ഷിയാണ്.